ഹലോ. കേരളത്തിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന 99% ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. കാരണം 99% ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരും ഇതറിയാതെയാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അധിക ബിസിനസ്സുകളും പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന റീസൺ ഐഡിയ കൊള്ളില്ലാഞ്ഞിട്ടോ പ്രൊഡക്റ്റ് കൊള്ളില്ലാഞ്ഞിട്ടോ സർവീസ് മോശമായതുകൊണ്ടോ അല്ല, മറിച്ച് എങ്ങനെ ആ പ്രൊഡക്റ്റിന് വേണ്ട കസ്റ്റമറെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം എന്നുള്ള തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. കസ്റ്റമറെ കണ്ടെത്താനായിട്ട് അറിയാത്തത് കൊണ്ടാണ് പല ബിസിനസ്സുകളും ഫെയിലാവുന്നത്. ഈ കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നില്ലെങ്കിൽ പുതിയതായി ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ തുടക്കത്തിലുള്ള ആവേശം പിന്നെയും വരണമെങ്കിൽ, ആ ആവേശത്തോടു കൂടി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സെയിൽ നടക്കണം. അവരുടെ പ്രൊഡക്റ്റ് എന്താണോ സർവീസ് എന്താണോ അത് മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ, ഒരു പ്രചോദനം കിട്ടി അത് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അതിന് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻകം വരണം. അപ്പോൾ ബിസിനസ്സിലേക്ക് എങ്ങനെയെങ്കിലും കസ്റ്റമേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇത് ചെയ്യാതെ പല കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനെ മുഖവിലക്കെടുക്കാതെ മറ്റു പല കലാപരിപാടികളുടെയും പുറകെ പോകുന്നത് കൊണ്ടാണ് അധിക ബിസിനസ്സുകളും ഫെയിലാവുന്നത്. ഈ ഒരു തിരിച്ചറിവ് അധിക ആളുകൾക്കും ഇല്ല. ഇത്തരത്തിലുള്ള ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും സ്ട്രഗിളിലായിരിക്കും. കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് വരണം. ഈ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ആ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ വിറ്റ് പോകണില്ല. അപ്പോൾ തന്നെ അവരൊരു തീരുമാനത്തിലെത്തും, ഇത് ആ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്, എൻ്റെ ബിസിനസ് ഐഡിയയുടെ പ്രശ്നം കൊണ്ടാണ്. അടുത്ത പ്രൊഡക്റ്റിലേക്ക് ചാടും, അടുത്ത ബിസിനസ്സിലേക്ക് ചാടും. അങ്ങനെ ചാടി പലരും കളിക്കാറുണ്ട്. ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഏത് പ്രൊഡക്റ്റ് എടുത്താലും മുമ്പ് എന്താണോ അവർ നേരിട്ട പ്രശ്നം അതേ പ്രശ്നത്തിൽ തന്നെ ഇവർ വന്ന് ചാടും. എന്താണ് ആ പ്രശ്നം? വേറെ ഒന്നുമല്ല, കസ്റ്റമറെ കിട്ടാതെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. കസ്റ്റമേഴ്സ് വന്നില്ലെങ്കിൽ ഒരു ബിസിനസ്സും സർവൈവ് ചെയ്യൂല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തുടക്കത്തിൽ ഒരു ബിസിനസ്സിനെ പിടിച്ചു നിർത്തുന്നത് ആ ബിസിനസ്സിൻ്റെ ഇയർലി കസ്റ്റമേഴ്സാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ നേരത്ത് ആ പ്രൊഡക്റ്റ് വാങ്ങി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇയർലി കസ്റ്റമേഴ്സാണ് നമുക്ക് ആ മോട്ടിവേഷൻ തരുന്നത്. അത് സെയിലിൻ്റെ രൂപത്തിലാണ് ആ മോട്ടിവേഷൻ വരേണ്ടത്. സെയിൽ നടന്നാലാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻകം വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പരിഹരിക്കേണ്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ്സിലേക്ക് കാശ് വരാനുള്ള പ്രോബ്ലമാണ് നിങ്ങൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ വന്ന കാശ് കൊണ്ട് സോൾവ് ചെയ്യും. ആദ്യത്തെ പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് ബിസിനസ്സിലേക്ക് കാശ് വരിക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ ഏത് ബിസിനസ് തുടങ്ങിയിട്ടും കാര്യമില്ല. ഓൺലൈനിലാവട്ടെ പുറത്താവട്ടെ, പ്രൊഡക്റ്റ് ബേസ്ഡ് ആവട്ടെ സർവീസ് ബേസ്ഡ് ആവട്ടെ, പുതിയ ഐഡിയ ആവട്ടെ പഴയ ഐഡിയ ആവട്ടെ, എന്ത് തുടങ്ങിയാലും ബിസിനസ്സിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കസ്റ്റമേഴ്സ് കടന്നു വന്നില്ലെങ്കിൽ നിങ്ങളുടെ ആവേശം കുറയും. അപ്പോൾ എന്താണ് ഇവിടെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ സമയത്തും ആഴ്ചയിൽ പുതിയ ബിസിനസ് ഐഡിയ പരീക്ഷിക്കലല്ല പരിഹാരം. കാരണം അത് പരിഹാരമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ രക്ഷപ്പെടേണ്ടതായിരുന്നു. ഓരോ ഐഡിയ പരീക്ഷിക്കുമ്പോഴും ഇതേ പ്രോബ്ലത്തിൽ തന്നെ ചെന്ന് ചാടുകയാണ്, കസ്റ്റമേഴ്സ് വരുന്നില്ല. ഒരുപാട് പേര് ബിസിനസ് അങ്ങനെ തുടങ്ങി പൂട്ടുന്നുണ്ട്. ഞാനിത് പറയുന്നത് എൻ്റെ വാട്സപ്പിൽ സ്ഥിരമായിട്ട് പലരും കോൺടാക്ട് ചെയ്യാറുണ്ട്. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഈ ബിസിനസ് ടീഷർട്ട്, ജ്വല്ലറി, അങ്ങനെ പല രീതിയിലുള്ള പ്രൊഡക്റ്റ് ബേസ്ഡ് സർവീസ് ബേസ്ഡ് ബിസിനസ്സൊക്കെ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. തുടങ്ങുന്നു പൂട്ടുന്നു, അടുത്തത് തുടങ്ങുന്നു പൂട്ടുന്നു, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോവുകയാണ്. പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കണം. എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ എൻ്റെ ബിസിനസ്സിലേക്ക് തുടർച്ചയായിട്ട് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് ഓരോ ചാനൽസ് വഴിയായിരിക്കും നമ്മുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സ് വരുന്നത്. ഇതിനെയാണ് മാർക്കറ്റിംഗ് ചാനൽസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം. രണ്ടാമത്തെ വൈറൽ മാർക്കറ്റിംഗ്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവ് കൊടുത്തുകൊണ്ട് വേറൊരു കസ്റ്റമർ വഴി തന്നെ പുതിയ കസ്റ്റമറെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് വൈറൽ മാർക്കറ്റിംഗ്. പിന്നെ ഓഫ്ലൈൻ മാർക്കറ്റിംഗ്, അതായത് ബിൽ ബോർഡ്സ്, ബോർഡ്സും കാര്യങ്ങളും, നോട്ടീസ്, അതെല്ലാം ഓഫ്ലൈനിൽ നടക്കുന്നതുകൊണ്ട് ഓഫ്ലൈൻ മാർക്കറ്റിംഗ്. മീഡിയ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാം, പത്രങ്ങൾ, മാഗസീൻ. ഇത്തരത്തിലുള്ള ചാനൽസുകളെ പറ്റി അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഇങ്ങനെ ഇതറിഞ്ഞാൽ മാത്രമാണ് നമ്മളിൽ നിന്ന് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഈ കസ്റ്റമേഴ്സിലേക്ക് എത്താനുള്ള പരിപാടി ആദ്യം ചെയ്യുക. എന്നാലാണ് ഈ ബിസിനസ്, ഈ ഐഡിയ നല്ലതാണോ മോശമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ആളുകൾ ഇത് വാങ്ങോ ഇല്ലേ എന്നുള്ളത് അറിയണ്ടേ.
അതിനെന്താ വേണ്ടത്? ആദ്യം അവരിലേക്ക് എത്തിക്കുക എന്നുള്ള പരിപാടിയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്യാതെ പലരും പ്രൊഡക്റ്റുകൾ വെറുതെ മാറ്റിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഇത് കസ്റ്റമർ കണ്ടിട്ടില്ല. ഇത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള വേണ്ടത്ര ആളുകളിലേക്ക് നിങ്ങൾ ഇത് എത്തിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധിക പേരും എത്തിച്ചിട്ടുണ്ടാവില്ല. അതിനുശേഷമാണ് ഈ പ്രൊഡക്റ്റ് മാറ്റണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ തന്നെ എടുക്കാൻ തന്നെ പാടുള്ളൂ, അതിനെപ്പറ്റി ചിന്തിക്കാൻ തന്നെ പാടുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് എന്തെങ്കിലും ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ തലയിൽ ഇത് വേണം. വേറെ എന്തിൻ്റെ പുറകെ നിങ്ങൾ ഓടിയിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ ലോഗോയുടെ കളറ്, പാക്കേജിങ്ങിൻ്റെ ഡിസൈൻ, അങ്ങനെ പല 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 കാര്യങ്ങളിൽ രജിസ്ട്രേഷൻസ്, ലൈസൻസ്, അങ്ങനെ പലതിൻ്റെ പുറകെ കിടന്ന് ഓടിയിട്ട് യാതൊരു കാര്യമില്ല. ഓട്ടോമേഷൻ, AI, ടെക്നോളജി എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗം ഒരു സൈഡിൽ കൂടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ്സിലേക്ക് ഇൻകം വരണം. അങ്ങനെ ഇൻകം വന്നാൽ മാത്രമാണ് അതിന് നേരെ ചൊവ്വിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മാർക്കറ്റിംഗ് ചാനൽസിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എങ്ങനെ എൻ്റെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം. ചിലർക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിരിക്കാം നല്ല രീതിയിൽ വർക്കൗട്ട് ആവും, ചിലർക്ക് വൈറൽ മാർക്കറ്റിംഗ് ആയിരിക്കാം, ചിലർക്ക് നേരത്തെ പറഞ്ഞ പോലെ പബ്ലിസിറ്റി, അതായത് ന്യൂസ് പേപ്പർ ആഡ്സ് ആയിരിക്കാം, മാഗസീൻ ആഡ്സ് ആയിരിക്കാം. അങ്ങനെ ഏതാണ് എൻ്റെ ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് പഠിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ആദ്യം പരീക്ഷിച്ച് നോക്കണം. ഒരേ സമയം ഒരു 3-4 ചാനൽസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം, ഏതാണ് നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നത്. ചിലപ്പോൾ പഴയ മാർക്കറ്റിംഗ് രീതികൾ പുതിയ ടൈപ്പ് ബിസിനസ്സുകൾക്ക് വർക്കൗട്ട് ആയിക്കോളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പുതിയ മാർക്കറ്റിംഗ് രീതികൾ പരീക്ഷിക്കണം. സോഷ്യൽ മീഡിയ പോലുള്ള മാർക്കറ്റിംഗ് രീതികൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത്, ഏതിലൂടെയാണ് നിങ്ങൾക്ക് സെയിൽ കൂടുതലായിട്ട് കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് ഡബിൾ ഡൗൺ ചെയ്യുക. അതായത് അത് കൂടുതലായിട്ട് ചെയ്യുക. ഒരു സംഗതി വർക്കൗട്ട് ആവുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഈ ബിസിനസ് സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നത്. നമ്മുടെ ബിസിനസ്സിലേക്ക് കാശ് വരാനുള്ള പ്രോബ്ലമാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. കസ്റ്റമേഴ്സ് വന്നില്ലെങ്കിൽ ആ ബിസിനസ് സർവൈവ് ചെയ്യില്ല. പലരും ഐഡിയ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇഷ്ടംപോലെ ഐഡിയകൾ ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടാനുണ്ട്. ഐഡിയക്കൊന്നും ഇവിടെ ഒരു പഞ്ഞമില്ല. അതൊരു പ്രൊഡക്റ്റോ സർവീസോ ആക്കി ഇറക്കി മാർക്കറ്റിൽ ഇറക്കി കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് റിയൽ സ്കില്ല്. കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാനും പാടില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ബിസിനസ് ഉണ്ട്, ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ട്. നിങ്ങൾ എന്താണോ തയ്യാറാക്കി വെച്ചേക്കണേ അത് മാർക്കറ്റിന് ആവശ്യമുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കസ്റ്റമറെ കണ്ടെത്താനുള്ള കാര്യമാണ് മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. മാർക്കറ്റിംഗ് ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. നിങ്ങൾ ഉദാഹരണം ഇപ്പോൾ ഡൽഹിയിൽ നിന്നോ ഹൈദരാബാദ് അങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റിയിൽ നിന്ന് ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് നിങ്ങളുടെ വീട്ടിലെത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ വെയർ ഹൗസ്, ഷോപ്പ് എവിടെ ആയിക്കോട്ടെ അവിടെ എത്തിയെന്ന് വിചാരിക്കുക. ആ സ്റ്റോക്ക് അങ്ങനെ തന്നെ അവിടെ ഇരിക്കും. അതാ പ്രശ്നം. അതെങ്ങനെ വിൽക്കണം എന്നറിയില്ലെങ്കിൽ അതങ്ങനെ തന്നെ ഡെഡ് സ്റ്റോക്കായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പല നഷ്ടങ്ങളും അവിടെ വരും. ചിലപ്പോൾ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടാവും. 1-2 വല്ലപ്പോഴും പോയാൽ പോയി എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശ് അവിടെ സ്റ്റക്കായിട്ട് കിടക്കും. രണ്ടാമത് നമ്മൾ ആ ബിസിനസ് തുടങ്ങിയപ്പോൾ ഉണ്ടായ ആവേശം എല്ലാം കുറഞ്ഞു പോകും. കാരണം ബിസിനസ്സിലേക്ക് ഇൻകം വരുന്നില്ല. പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരേ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയാണ്. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കലാണ്. അവരൊരിക്കലും ഈ മാർക്കറ്റിംഗ് ചാനലിനെ പറ്റി പഠിക്കാറില്ല. ചിലർക്ക് ലക്കിലി ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും, അവരും പിന്നെ ഡൗൺ ആയിട്ട് പോകും. ഒരു സംരംഭകൻ, ഒരു ന്യൂ ആൻട്രപ്രണർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതെല്ലാം മാർഗത്തിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാമെന്ന് ആദ്യം പഠിക്കുക. എങ്ങനെ അവരെ കൊണ്ട് ആ പ്രൊഡക്റ്റ് എടുപ്പിക്കാം എന്നുള്ളത് നിങ്ങൾ വീണ്ടും പഠിക്കുക. മാർക്കറ്റിങ്ങും സെയിൽസും കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത്, ഇതാണ് ഒരു ബിസിനസ്സിൻ്റെ എൻജിൻ. ഒരു വിമാനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സംഗതിയാണ് അതിൻ്റെ ഇരുവശങ്ങളിലുള്ള എൻജിൻസ്. ബിസിനസ് ഒരു വിമാനമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ എൻജിൻസാണ് മാർക്കറ്റിങ്ങും സെയിൽസും. ഇത് രണ്ടുമാണ് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുതരുന്ന ആക്ടിവിറ്റി. ഇതിനെ ഇഗ്നോർ ചെയ്തിട്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പാതി വഴിയിൽ ഇങ്ങനെ സ്റ്റക്കായിക്കൊണ്ടിരിക്കും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പുതിയതായി ബിസിനസ്സിലേക്ക് വരുന്ന ആളോടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, പുതിയതായൊരു ബിസിനസ്സിലേക്ക് ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളവരും ഇനിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്നവരും നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഇത് പഠിക്കാതെ നിങ്ങൾ മറ്റു പല കാര്യങ്ങളിലും ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ
എപ്പോഴും നിങ്ങൾക്ക് സ്ട്രഗിളായിരിക്കും. അപ്പോൾ മാർക്കറ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാം. താങ്ക് യു ഫോർ വാച്ചിങ്.